വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ 2 വാക്യങ്ങൾ വായിക്കുന്നു. 8-5 ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 8-6 വാക്യം 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളമുതുവാൻ ഒരുങ്ങി നിന്നു. മഹാപീഡനകാലത്ത് ശത്രുക്കളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടായിരുന്നു ഈ വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി. അതിനു മറുപടിയായി പുരോഹിതനായ ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഭൂകമ്പവും ഇടിമുഴക്കവും വിധി പ്രഖ്യാപിക്കാൻ വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നു. തെളിവ് സങ്കീർത്തനം 96-10-11 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവിൻ. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രം അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. സങ്കീർത്തനം 97-1-5 വരെയുള്ള വാക്യങ്ങൾ. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു. നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. അടുത്ത 3 വാക്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി കണ്ടു വിറയ്ക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുപോലെയും ഉരുകുന്നു. പഴയ നിയമവും പുതിയ നിയമവും നാം പഠിക്കുമ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ നിലവിളിച്ച ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് ദൈവം ചരിത്രത്തെ പോലും തിരുത്തി കുറിച്ചിട്ടുണ്ട്. പുറപ്പാട് 3-7, എസ്തേർ 4-1, അപ്പോസ്തല പ്രവൃത്തി 12-5. ഏത് കാലത്തുമുള്ള വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഈ ഭൂമിയിൽ പലതും നടക്കുന്നതും പലതും നടക്കാതിരിക്കുന്നതും. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് HC സ്വെറ്റ പറയുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ക്രോധാഗ്നിയായി ഭൂമിയിലേക്ക് മടങ്ങി വന്ന് 7 കാഹള ധ്വനിയോടെ ആരംഭം പ്രകൃതിയിലെ വൻ പ്രക്ഷോഭത്തോടെ ആരംഭിച്ചു എന്നാണ്. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. കാരണം താൻ ഈ സമയം ക്രിസ്തുവിനോടുകൂടിയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 8-6 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യത്തോടുകൂടി മഹാപീഡനത്തിൻ്റെ മധ്യഭാഗത്ത് എത്തിച്ചേർന്നു. ഇവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 7 ദൂതന്മാർ ആകുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ കാഹളമുണ്ട്. അത് ഊതേണ്ടതിനായി ഓരോരുത്തരും കാത്തു നിൽക്കുന്നു. ഈ 7 ദൂതന്മാരെ സംബന്ധിച്ചും 7 കാഹളത്തെ സംബന്ധിച്ചും നമ്മൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിന്ന് പഠനത്തിന് വിധേയമാക്കിയതാണ്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.